ഗൈസ്, കുറേ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കളിയാക്കിച്ചിരിക്കല. ഓല പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ പ്ലാനിങ് മാത്രമേ നടക്കലുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങളങ്ങോട്ട് കടുത്ത തീരുമാനമാണ് എടുത്ത് പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ട്രിപ്പ് പോകണം തന്നെ. ഇനി പോവുകയാണെങ്കിൽ തന്നെ രാവിലെ പോയിട്ട് രാത്രി തന്നെ ആപ്പ ട്രിപ്പാവരുത്. അത് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ റിസോർട്ട് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് മസനക്കുടി വഴി ഊട്ടിക്ക് പോയ ഒരു കക്ഷിയില്ല, അസ്ലമോയം, മൂപ്പരൊരു വീഡിയോ കണ്ടത്. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിൽ ഒരു റിസോർട്ട് അങ്ങോട്ട് ബുക്ക് ചെയ്ത്. പിന്നെ ഞങ്ങൾ മുന്നും നോക്കിയില്ല. സ്കൂളൊക്കെ 2 ദിവസം ലീവ് എടുത്തുകൊണ്ട് കെട്ടിപ്പറക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്കൂളൊക്കെ ഒന്നും ഉണ്ട്, ട്രിപ്പൊക്കെ അന്ന് പോയില്ലെങ്കിൽ പിന്നെ പോകില്ല. ഞങ്ങളൊരു 10-30 ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 4 വണ്ടിയിലായിട്ടാണ് ഇറങ്ങിയത്. അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 3 മണിക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ രാവിലെ മർക്കസ് നോളജ് സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. പള്ളി എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി. ഫുൾ വുഡിന് ഡിസൈനൊക്കെ കൊടുത്തിട്ട് വേറെ ലെവലായിക്കണ്. ഇനിയും ഇങ്ങോട്ട് ആരും വരാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളിട്ടാ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. പള്ളി മാത്രമല്ല, ഇതിന് ചുറ്റുഭാഗത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ. ഞങ്ങളെന്തായാലും അവിടെ നിന്ന് നിസ്കരിച്ചാണ്ട് ഇറങ്ങി ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് കാണാൻ. അവിടെ ലേഡീസിന് നിസ്കരിക്കാനും സ്ഥലമുണ്ട് ബാക്കിൽ. ഇവിടെ ചില ഷോപ്പുകളൊക്കെ തുറന്നിക്കണേ, ചില ഷോപ്പുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണേ. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ എത്തിയാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ഹാളിൽ സൗകര്യമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ റിസോർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് റിസോർട്ടിലെത്തിക്കണേ. വലിയാക്ക് വേഗം എത്താൻ വേണ്ടി ഏതൊക്കെ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നതാണ്. വൈക്കെത്തിയപ്പോൾ ഒരു വലിയ കയറ്റത്തും വണ്ടിയാണ് നിന്ന്. വണ്ടിയിൽ കിലോ കണക്കിന് വെയിറ്റ് ഉള്ള ആൾക്കാരുമാണ്. അപ്പോൾ വണ്ടി നീങ്ങണില്ല. അങ്ങനെ ഇവിടുന്ന് ജീപ്പ് പറഞ്ഞു വെച്ചിട്ടാണ് ഓരോ കൊടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ അസ്ലമോയം പറഞ്ഞ കക്കാടംപൊയിലത്തെ മിസ്റ്റി ബേ എന്ന് പറഞ്ഞ റിസോർട്ട്. റിസോർട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള റിസോർട്ടാണ്. പൂളൊന്നും ഒരു രക്ഷയില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ റിസോർട്ടാണ്. ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനും ഉമ്മമാരെ ഫോട്ടോ കൊണ്ട് എടുത്തു കൊടുത്തു. എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ഉമ്മമാർക്കുണ്ടാവില്ലൊരു പൂതി, ഞാൻ കുറവ് വേണ്ട. ഇനി ഞങ്ങൾ പൂളിലുള്ള കലാപരിപാടികളാണ്.
കളിച്ചോടി. കളിച്ചോടി. കളിച്ചോടി കളിച്ചോടി. കാലല്ല മതി മതി മതി. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കിടക്കാനുള്ള റൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾക്ക് ഫുൾ പ്രോപ്പർട്ടി അതിന് അത്രയ്ക്ക് ആളുണ്ട്. വേറെ 2 റൂം ഇതിന് മുകളിലാണ്. അപ്പോൾ റൂമൊക്കെ ഏതായാലും അടിപൊളി. രാത്രിയിലുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കി. അതിനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ. എത്ര ഫുള്ള് മ്യൂസിക്കാ പറ്റൂല, ഒഴിവാക്കി. ഞങ്ങള് എത്ര നേക്കില് പാട്ടാടുന്നത്. സംഗൃത പമഗരി
അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ അടിപൊളിയാക്കണേ. കുറേ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളും അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കണേ ഓരോരുത്തർക്ക്. ഇന്ത്യ എത്തിയിരിക്കണ ഇവന് വീട്ടിൽ ഓർമ്മയിൽ രാത്രി നീച്ചപ്പോൾ തല കട്ടിലിൻ്റെ കമ്പിമ വെച്ചടിച്ചിട്ട് ആകെ ചോലക്കടയും. ഞങ്ങൾ കട്ടിൻ്റെ മേലത്തെ തട്ടിലായിരുന്നു. പക്ഷെ അവനക്ക് കുഴപ്പമൊന്നും ഉണ്ടായി ചേട്ടാ. പിന്നെ എൻ്റെ ആൻറ്റി പൂളിൻ്റെ അവിടെ നിന്ന് തേക്ക് വേണ്ടി തല വെച്ചടിച്ച് അവിടെയും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മാമൻ്റെ മസിൽ കയറി. പിന്നെ എൻ്റെ മാമൻ്റെ കുട്ടി പൂളിൽ മുങ്ങി. പിന്നെ എൻ്റെ ചെറിയ ആൻറ്റി തണുപ്പ് സഹിക്കാനാറ്റാതെ തല മിന്നി വീണ്. പ്രഷർ കൂടെ കുറേ എന്തൊക്കെ ഉണ്ടായിക്കണം. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കണേ. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇവിടെ സക്സസ് ആയിരിക്കണത്. നാടുകൾ വാഴിടാൻ മോഹമായി വന്നിടും കൂട്ടമീ നാളമായി കാലമേ